ഡിസംബർ മാസത്തിലെ 18-ാം നാൾ എങ്ങനെയാണ് ഞാൻ ഈ ദിവസത്തെ മറക്കുക, എങ്ങനെയാണ് ഞാൻ ഈ ദിവസത്തെ വർണ്ണിക്കുക, എനിക്കറിയില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് ലുസൈൽ മൈതാനത്ത് എന്താണ് സംഭവിച്ചത്? ലോകത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കൊക്കെ അറുതി വന്ന ദിവസമല്ലേ അത്? സാക്ഷാൽ ലയണൽ മെസ്സി ലോക കിരീടം പ്രാപിച്ച ദിവസമായിരുന്നു അത്. ലോകത്തിൻ്റെ കാത്തിരിപ്പ് അവസാനിച്ച ദിവസമായിരുന്നു. വിമർശകരും എല്ലാവർക്കും അത് സന്തോഷം മാത്രം നൽകിയിട്ടുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ചിലർ പറയാണ് ലോകത്തിലെ സർവ്വതും നേടിയെന്നൊരു വിശേഷമുണ്ട് മെസ്സിക്കുന്നത്. ഇല്ലെങ്കിൽ മെസ്സിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെന്ന മനുഷ്യനെന്ന്. ഓർക്കണം, ഭാഗ്യം ചെന്ന മനുഷ്യനെന്ന്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ല. നമ്മളെല്ലാവരും കണ്ടതാണ് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും തീരാക്കായങ്ങൾ താണ്ടിയ 1.5 പതിറ്റാണ്ടുകൾ തീരാക്കായങ്ങൾ താണ്ടിയ മുറിപ്പാടുകളുണ്ടായിരുന്ന അദ്ദേഹത്ത് ആണിയടിച്ചും മുൾക്കിരം ചൂടിച്ചും സ്വന്തം ആരാധകർ പോലും വിമർശിച്ച് ചതിയെന്നും വഞ്ചനെന്നും മുദ്ര കുത്തപ്പെട്ട് നിരന്തരം ക്ഷീണിച്ചു നിൽക്കുന്ന മെസ്സിയുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും എൻ്റെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ പ്രാർത്ഥന അലറി വിളിച്ചിട്ടും കേൾക്കാത്ത ദൈവത്തോട് മാത്രമായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു ഇതിനെയെല്ലാം അറുതി വരുത്തുന്നൊരു ദിവസം അയാൾ സൃഷ്ടിക്കുമെന്ന്. അങ്ങനെ ഒടുവിൽ ലുസൈൽ മൈതാനത്ത് ഖത്തറിൽ അയാൾ സർവ്വ സീമകളും ലംഘിച്ച് ഉഗ്രസ്വരൂപരായി ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എനിക്കറിയാം, വിളി കേൾക്കാത്ത ദൈവത്തിന് മുന്നിൽ, വിധിയുടെ മുന്നിൽ എല്ലാത്തിനും അതിജീവിച്ച് അയാൾ ലുസൈലിൽ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ദർശിച്ചു ഞാൻ ആ ദിവസത്തെ, ദർശിക്കണം നിങ്ങൾ ആ ദിവസത്തെ. ഇന്നും നമ്മുടെ ഓർമ്മകളിൽ, ചിന്തകളിൽ ആ ദിവസം ഇങ്ങനെ കലങ്ങി മറിയുന്നുണ്ട്. തീർച്ചയായും നമുക്ക് പറയാനാകും, ലയണൽ മെസ്സി എന്ന ഒരു വെർഷൻ, ഒരിക്കലും കാണാത്തൊരു വെർഷനാണ് ലയണൽ മെസ്സി ലുസൈൽ മൈതാനത്ത് ആടിത്തീർത്തത്. ഇല്ലെങ്കിൽ ഖത്തറിൻ്റെ വേൾഡ് കപ്പ് വേദിയിൽ ഓരോ സിംഗിൾ മത്സരങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ലയണൽ മെസ്സിയുടെ ആ ലേറ്റസ്റ്റ് വെർഷൻ ഒരിക്കലും നമ്മൾ അതിന് മുമ്പ് കണ്ടിട്ടില്ല. അദ്ദേഹം അത്രയ്ക്ക് അഗ്രഷനോടെ ഇത് ഞാൻ പിടിച്ചെടുക്കും, ഇത് ഞാൻ പിടിച്ചെടുത്തിട്ടേ കളം വിടൂ എന്നൊരു മാനസികാവസ്ഥയിലൂടെ തന്നെയായിരുന്നു അത് ഈ ലോകത്ത് ഹരം കൊള്ളിച്ചിട്ടുണ്ട്, ഉന്മാദത്തിൽ ആറാടിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ പോലെ തന്നെ എൻ്റെ തലച്ചോറ് ഇങ്ങനെ കിടക്കാണ്. അന്നത്തെ മുഹൂർത്തങ്ങൾ, ഓരോ മത്സരങ്ങളിലും ഫസ്റ്റ് സൗദി അറേബ്യനായിട്ട് തോറ്റു നിൽക്കുന്ന സമയത്ത് വോറിസ് മെസ്സി എന്ന് ചോദിച്ചത് ഇപ്പോഴും എൻ്റെ തലച്ചോറ് അങ്ങനെ കലങ്ങി മറിയുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ട് അതേ മണ്ണിൽ അദ്ദേഹം ലുസൈൽ മൈതാനത്ത് ആ കിരീടം ഉയർത്തി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിശ്വാസങ്ങൾക്കും ചോദ്യങ്ങൾക്കുള്ള മറുപടി അയാളുടെ എഴുതാണ്. പാരാവാരങ്ങൾ പോലെ ആരാധകർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ കൂട്ടത്തിനുള്ളിൽ മെസ്സിയെ തോളിലേറ്റിയിട്ട് ആ ജനങ്ങളിങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ലയണൽ മെസ്സി ഉയർത്തിപ്പിടിച്ച കിരീടത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. അതെ, ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ സർവ്വതും നാം തന്നെയെന്ന്, ലയണൽ ആൻഡ്രസ് മെസ്സി തന്നെയെന്ന്.